ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? Yes. അതായത് ഈ ഡേഞ്ചറസ് ഫിറോസ് എന്ന് പറയുന്ന ആ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ പേര് നിന്ന് DFK എന്നുള്ളൊരു ലെവലിലേക്ക് ഭയങ്കരമായിട്ട് ഒരു ആർമിയൊക്കെ ഫോം ചെയ്ത് അങ്ങനെ വേറെ ലെവലാണ് ഇപ്പൊ ഫിറോസിക്ക. ആ ഒരു യാത്രയെ കുറിച്ച് ആലോചിക്കുമ്പോ എപ്പോഴെങ്കിലും തന്നെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഡേഞ്ചറസ് ബോയ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു 2005 ചെയ്തൊരു പ്രോഗ്രാം. അതെ അതെ അതെ. അപ്പോൾ അത് അന്ന് അത്യാവശ്യം യൂത്തിന് പറ്റിയ ഒരു പ്രോഗ്രാമാണ്. ഹിഡൻ ക്യാം ഒരു ആൾക്കാരെ പറ്റിക്കാൻ ഭയങ്കര മിടുക്കാണല്ലേ. അപ്പോൾ അതായത് എനിക്ക് തോന്നുന്നു മലയാളികളെ ഇങ്ങനെയൊക്കെ പറ്റിക്കാം എന്നൊക്കെ കാണിച്ചു തന്നത് ചിലപ്പോ നിങ്ങളുടെ ആ പ്രോഗ്രാമിൽ ഫിറോസിക്ക ആയിരിക്കും. അതിപ്പോഴും തുടരുന്നുണ്ട്, നല്ലപോലെ എല്ലാരും പറ്റിക്കുന്നുണ്ട്. ഇത് ഞാൻ കേൾക്കണം. സത്യമല്ലേ പറഞ്ഞത്? അതെ, മിനിറ്റിന് പറ്റിക്കും. അതൊന്നുമില്ല, എന്നെ എല്ലാവരും പറ്റിച്ചിട്ട് പോകത്തുള്ളൂ. എന്നെ അതാ കൂടെ ഇരിക്കുന്ന ആളെന്നെ പറ്റിച്ചോണ്ട്. നിങ്ങൾ തന്നെ പറയണം, ഞാൻ പറ്റിക്കുന്നുണ്ടോ? അപ്പൊ ഈ ഹിഡൻ ക്യാമറ വെച്ചിട്ടാണല്ലോ ഷൂട്ടൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരുന്നോ? ആരെങ്കിലും പോയി അടിക്കുക? ആരെങ്കിലും പോയി അടിച്ചിട്ടില്ല, ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ അനുഭവമുണ്ട്, ഒരുപാട് അനുഭവമുണ്ട്. അതായത് ഒരു പിക്ക് പോക്കറ്റ് ഒരു സംഭവം ചെയ്തു. ഞാനൊരു കൈലിമുണ്ടൊക്കെ എടുത്ത് വേഷമൊക്കെ മാറിയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ ഒരു മദ്യപാനൊക്കെ നിന്നിട്ട് നമ്മുടെ ഒരു കക്ഷി ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സ് പോക്കറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ പുള്ളി അവിടെ കൊണ്ട് നിർത്തിയിട്ട് ക്യാമറ ഒക്കെ ഹിഡൻ ചെയ്ത്. അപ്പം അവിടെ ബസ് കയറാൻ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് അതിൻ്റെ കൂട്ടത്തിലൊരാൾ. അപ്പം ഞാൻ വന്നിട്ട് മറ്റുള്ളവർ കാണുകയെ ഇദ്ദേഹത്തിൻ്റെ പേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് ഓടുന്ന സാധനം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ആ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ് കൈവയ്ക്കാൻ വരും അല്ലെങ്കിൽ ഓടിക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ മൈൻഡ് കാൽക്കുലേഷൻ. പക്ഷെ എവിടെ നിന്നോ ഒരുത്തൻ അത് കണ്ടില്ല, ഓടി വന്നിട്ട് അത് ഇങ്ങനെ കയറി വന്നിട്ട് പടക്ക് 4-5 ഇടി മുതുവത്ത്. പക്ഷെ അവൻ നമുക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമ്മുടെ അല്ലേ കൊണ്ടോണ്ട് നിന്ന്. അല്ല, അതുപോലെ തന്നെ വേറെ ഒരു ഇതുണ്ട്, കറണ്ട് അടിക്കുന്ന മറ്റേ സംഭവം ഫോക്കസ് ചെയ്യുന്ന ഫ്രണ്ടിലുള്ള ക്യാമറ ഫ്രണ്ടിലാണ്, അവിടെ ഉള്ള ഒരാളെയാണ് ഫോക്കസ് ചെയ്ത് ഷോക്ക് അടിച്ചോണ്ടിരിക്കുക. ഇയാള് ഓടി ബാക്കിൽ നിന്ന് ഒരാൾ പക്ഷെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് കൈ ഒടിഞ്ഞ ടൈപ്പില് കരയുന്നത്. പക്ഷേ ക്യാമറമാൻ കട്ട് പറഞ്ഞിട്ടും ഇവര് കോമഡിയെ കാണിക്കുന്ന പറഞ്ഞു അവിടെ കിടക്കും ശരിക്കും. അങ്ങനെയൊക്കെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ അവതാരം എന്ന രീതിയിൽ ഞാനത് എൻജോയ് ചെയ്യണം. കാരണം അതിൻ്റെ എക്സ്ട്രീം ചെന്ന് ആ പരിപാടി വിജയിക്കുക, വേദനയൊക്കെ അവിടെ രണ്ടാമത്തെ ഘട്ടമാണ്. അത് എനിക്ക് സന്തോഷമാണ്. ഇനി സജന പറയൂ, സജന ഈ പ്രോഗ്രാം കല്യാണത്തിന് മുൻപായിരിക്കുമല്ലോ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്തത്, കണ്ടിട്ടുണ്ടോ? അപ്പൊ കണ്ടപ്പോ സജനക്ക് എന്താ തോന്നിയത്? ആക്ച്വലി ഇതൊരു കഥയുണ്ട് കേട്ടോ. ഡേഞ്ചറസ് ഈ പ്രോഗ്രാം എത്ര മണിക്കൂറാ? 1 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. അല്ല, എനിക്കത് ഓർക്കുമ്പോ ചിരി വരും. ഡേഞ്ചറസ് ബോയ്സ് ചെയ്തോണ്ടിരിക്കുമ്പം ഞാൻ പഠിക്കുന്നത് അഞ്ചില അല്ല, നീ ജനിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയും. ജനിച്ചിട്ടില്ല, ഇത് സ്ഥിരം പെൺകുട്ടികളുടെ പരിപാടിയാണ്. 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ എന്താണ് ആക്ച്വലി. അതൊരു ഇക്കാടെ ഞങ്ങളുടെ സെക്കൻഡ് മാരേജ് ആണെന്ന് അറിയാമല്ലോ. സെക്കൻഡ് മാരേജ് രണ്ടുപേരുടെയും. അപ്പം ഇക്കാടെ ആദ്യത്തെ മാരേജില് മാരേജ് ഫോട്ടോസ് എന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് അന്നേരം ഇക്കാന്റെ കസിന്റെ ഒരു അനിയൻ എന്റെ കൂടെയാണ് പഠിക്കുന്നത്. അന്നേരം അവൻ എനിക്ക് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ കൊള്ളാലോ, ഇക്കടെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറെ നാള് ശേഷമാണ് ഇക്കായ ഈ ഡേഞ്ചറസ് ബോയ്സ് ഒക്കെ വരുമ്പോൾ അവിടെ നോക്കുമ്പോൾ ഇക്കായ കാണുന്നവരൊക്കെ പറയുന്നത് ഭയങ്കര ജാടയാണ്. അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്റെ കൂട്ടുകാരിയാണ് മുബീന. ഞാൻ ഇവളും കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് മുബീന പറയും ഞാൻ അന്നേരം ഇച്ചിരി ജാടക്കാരിയാട്ടോ. അന്നേരം അതെന്താന്നറിയാവോ, ഇക്ക ഭയങ്കര ജാടയായിട്ട് നിൽക്കും. കുറേ കുറെ ആണുങ്ങൾ ഇങ്ങനെ ചുറ്റും ഫ്രണ്ട്സാണ്. പക്ഷെ അത് നമ്മൾ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അന്നേരം നമുക്ക് എന്തൊരു ജാട അവനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് വന്നിട്ട് ഞാൻ തിരിച്ച് നൈസിന് നോക്കുക. സീരിയസ്ലി അങ്ങനെയൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിരുന്നു? പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ആ വ്യക്തി. പിന്നെ എന്റെ ബ്രദർ ഇക്കാടെ കണക്ക് ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്തിട്ട് വന്ന് നോക്കിയാൽ അതിനെക്കാട്ടും ഒരു വലിയ സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാൻ തന്നെ അല്ലേ ഇപ്പൊ പറഞ്ഞ് ചോദിക്കുന്ന മുമ്പ് ഞങ്ങളെ ലവ് മാരേജ് ആണ്. അപ്പം ഞങ്ങളുടെ ലവ് സമയത്ത് എനിക്കൊരു ടാബ് ഉണ്ടായിരുന്നേ. ടാബ് സമയത്ത് ഞാൻ ഇക്കാൻ്റെ ഫോട്ടോസ് അതിനകത്ത് ഇട്ടുകൊണ്ട് ലൈവായിട്ട് എൻ്റെ പേരൻസ് ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കാണത്തില്ല. പേരൻസിന് മുന്നേ കൂടെ ഞാൻ ഇട്ടു എൻ്റെ ഫോണിൽ. ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഇക്കടെ വേറെ ഫോട്ടോ, ലോക്ക് ഇട്ട വേറെ ഫോട്ടോ, എൻ്റെ സെലിബ്രിറ്റി. അന്നേരം എൻ്റെ ഉമ്മയ്ക്കും എന്താ ഇത്, ഞാൻ ഉമ്മയ്ക്ക് അറിയത്തില്ലേ ഇപ്പൊ പെമ്പിള്ളാരെ താരമല്ലേ ഫിറോസ് ഖാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവർക്ക് അറിഞ്ഞില്ല ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ അറിയത്തില്ലായിരുന്നു. ഈ സജന ഫിറോസിക്കയുടെ ലൈഫിൽ വന്നത് ഫിറോസിക്കയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ സജന എന്ത് പറയും? ഒരിക്കലും ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ്?
അല്ല ഞങ്ങള് ശരിക്കും ഞാൻ ഇങ്ങനെ ഇക്കായെ പ്രേമിക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമമാവുമെന്നോ ഒരിക്കലും ഞങ്ങളുടെ സംസാരത്തിലില്ല. പക്ഷേ രണ്ടുപേരുടെയും ഒരേ അനുഭവങ്ങളായിരുന്നു ഞങ്ങളുടെ ലൈഫിലുണ്ടായത്. ഞാൻ പറഞ്ഞ സെക്കൻഡ് മാരേജ് ആണ്. സെയിം സിറ്റുവേഷൻ എൻ്റെ ലൈഫിലും നടന്നു. അങ്ങനൊരു സിറ്റുവേഷനിൽ നിന്നപ്പോഴാണ് ഇക്കാടെ ലൈഫിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ നിന്ന സമയത്താണ് നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പം സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ആലോചന നോക്കുന്നുണ്ട്, ഇക്കാടെ വീട്ടിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല. അയ്യോ ആലോചിക്കുന്നല്ലേ ഇക്ക കുറെ ആ പെമ്പിള്ളേരൊക്കെ കണ്ടോണ്ട് സജന വരുന്നതിന് മുമ്പ് വേറെ കുറെ ആൾക്കാരുമായിട്ട് തൊട്ട് മുമ്പ് ഒരു പെണ്ണുണ്ട്. കൊച്ചു കാണുമ്പോ പറയും എനിക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ട് പെൺപിള്ളേർ. സത്യം. ഞാൻ വലിയൊരു പ്രണയനാ. വലിയൊരു പ്രണയനോ സീരിയസ് ആയിട്ട് പറയാണ്. ഞാൻ ഒരുപാട് ഇപ്പോഴല്ല, ഇപ്പോഴും ഇപ്പോൾ എനിക്ക് അവസരം തരാത്തോണ്ടാണ്. പുതിയൊരു ബേർഡ് പ്രണയൻ. ഞാനൊരു പ്രണയനാ. അല്ല നൈസിന് ഇപ്പോഴും ഉണ്ടോന്ന്. ഞാൻ ഉള്ളത് തുറന്നു പറയുകയാണ്. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ട്. അതിൽ എന്നെ ചതിച്ചവരുണ്ട്, ഞാൻ തിരിച്ചു ചതിച്ചവരുണ്ട്. മനസ്സിലായോ? അപ്പോഴൊക്കെ ചിരിച്ചോണ്ടിരിക്കും. എന്നെ പോലെ ഒരു തേപ്പുകാരനാണ് താങ്കളും അല്ലേ? അല്ല ഈ സജനയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ അറിയാം? ഈ കഥയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? മറ്റൊന്നും കൊണ്ടല്ല. ഈ കഥകളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എവിടെങ്കിലും ഏത് സാഹചര്യത്തിൽ ഞങ്ങൾ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് കയറി വന്നാലോ അതിന് മുൻകൂർ ജാമ്യം. അല്ല എല്ലാ കേരളത്തിലെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഉണ്ടോ? എല്ലായിടത്തും കേരളത്തിന് പുറത്തും കേരളത്തിന് പുറത്തും ഈ ഇപ്പൊ മനസ്സിൽ ഈ പ്രണയനെ അടക്കി വെച്ചിരിക്കുകയാണോ അത് ഇപ്പോഴും ഉണ്ടോ പ്രണയൻ? ആഗ്രഹമുണ്ട്, പക്ഷെ അതെല്ലാം ഇവിടെ അങ്ങ് തീർക്കുന്നേ ഉള്ളൂ. കാരണം എനിക്ക് ഇതേ ആരോഗ്യത്തോടെ കുറച്ചാൾ കൂടെ ജീവിക്കണമെന്നുണ്ട്. സജന ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിലോ? ഉറപ്പായിട്ട് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ചത്. ഡെഫിനറ്റ്ലി. അപ്പൊ എന്താ പറയാ, കല്യാണം വേണ്ട, പ്രണയം മതി? അല്ലല്ല, കല്യാണം എന്ന് പറയുന്നത് അത് തികച്ചും മറ്റൊരു എക്സ്ട്രീം ലെവലാണ്. വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു മെച്ചോർഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അതിൽ കുട്ടികൾ, അതൊക്കെ ഞാൻ വളരെ എൻജോയിനാണ്. കുടുംബജീവിതം, അതായത് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും അതിലുണ്ടാകുന്ന ഇല്ലായ്മകളായാലും അതിലുള്ള സന്തോഷങ്ങളായാലും അതിലുള്ള വഴക്ക്, ഇതൊക്കെ വേറൊരു വൈബാണ്. അതൊരു പക്ഷേ പ്രണയത്തിൻ്റെ മേളിൽ നിൽക്കും.